ദീൻ ഒരിക്കലും തിരുത്തപ്പെടേണ്ട ദീനല്ല, ഒരിക്കലും മാറ്റിമറിക്കപ്പെടേണ്ട ദീനല്ല. അല്പജ്ഞാനികളായ വ്യക്തികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടുന്നത് മാത്രമല്ല, അതേസമയത്ത് ബുദ്ധിക്കൊക്കാത്ത ഒന്നും ദീനിലില്ല. അല്പജ്ഞാനികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ ദീന് ബുദ്ധിക്കൊക്കാത്തതാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. എല്ലാം ബുദ്ധിക്ക് ഒത്തതാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ, നിയമങ്ങളിൽ ഒക്കാത്ത ഒന്നുണ്ട് എന്ന് തെളിയിച്ചു തരാൻ ധൈര്യമുള്ളവരുണ്ടോ? ഇവിടെയല്ല, എവിടെയെങ്കിലും ഉണ്ടോ? അവര് വരട്ടെ. സാധ്യമാവുകയില്ല. എല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെ. പക്ഷെ നമ്മുടെ യുക്തിയും ബുദ്ധിയും മാത്രമാണ് ശരിയെന്ന് അങ്ങോട്ട് അളക്കുകയല്ല. ഇസ്ലാമിന്റെ കോലുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും അളന്നു നോക്കിയാൽ തീർച്ചയായും ഇസ്ലാമിലുള്ളതെല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെയാണ് എന്ന് നമ്മളെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഉറങ്ങി എഴുതിയിട്ടാൽ പല്ലേക്കണം പഠിക്കില്ലേ? അല്ലേ? ഉറങ്ങി എഴുതിയിട്ടാൽ പല്ല് തേക്കണം, മിസ്വാക്ക് ചെയ്യണം. ഉറങ്ങാൻ പോകുമ്പോൾ ഓ, എത്ര വലിയ ഫലമാണത്! ഭക്ഷണം കഴിച്ചാൽ എത്ര കഴുകിയാലും പല്ലിന്റെ ഇടയിൽ അതിന്റെ അവശിഷ്ടങ്ങളുണ്ടാകും. അത് മിസ്വാക്ക് ചെയ്യാതെ ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് ഏകദേശം ഒരു പകുതി കാഷ്ടമായി മാറും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ബെഡ് കാഫി എന്ന് പറഞ്ഞിട്ട് പല്ല് വെക്കാണ്ട് കുടിക്കുകയും കൂടി ചെയ്താൽ ശരിയായിപ്പോയി. അതിന് പകരം ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യണം. രാവിലെ എഴുതിയിട്ടാൽ വീണ്ടും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. അതിന്റെ ശേഷമേ വെള്ളം കുടിക്കാവൂ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് എത്ര ശാസ്ത്രീയമാണ്, എത്ര യുക്തി ആണ്, എത്ര ബുദ്ധിയാണ്. അങ്ങനെ ധാരാളം. അത് പറയുകയാണെങ്കിൽ ഒരു 100 ഉദാഹരണം ഇപ്പം നൃത്തത്തിൽ പറയാനുണ്ട്. പക്ഷേ എനിക്ക് സമയമല്ല. ഞാൻ 12 മണിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. വഴിയിൽ ബ്ലോക്കായതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി. ഇപ്പോൾ ഇസ്ലാമിന്റെ ഹിസ്റ്ററികളെല്ലാം മാറ്റി മറിക്കപ്പെടാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ ശരിയായ നിലക്കുള്ള ഹിസ്റ്ററി, ശരിയായ നിലക്കുള്ള ചരിത്രം നിങ്ങൾ പഠിക്കണം. അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലൂടെ മഹാന്മാരായ അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ അവർ നടന്നു വന്ന് അവരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഹിസ്റ്ററി. അതിനെതിരായി ആര് കൊണ്ടുവന്നാലും അത് ഇസ്ലാമിൻ്റെതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്.